റോക്കി ബായ് തരംഗം ഇന്ത്യ മൊത്തം ആനടിച്ചപ്പോഴും മാർക്കോ പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോഴും ഇപ്പോൾ ടോക്സിക് ടീസർ ട്രെൻഡിംഗ് ആയി നിൽക്കുമ്പോഴും അതിലെല്ലാം കോമൺ ആയി ഒരു പേരുണ്ട്, രവി ബസ്രൂർ. അനിരുദ്ധും തമനും സനയുമെല്ലാം ഹൈ ഒക്ടെയിൻ മാസ് ബിജിഎമ്മുകൾ തന്ന് കത്തിക്കുന്നിടത്ത് ചെയ്ത സ്കോർസും ട്രാക്കും എല്ലാം ഹിറ്റാക്കിയ സൗത്തിലെ മോസ്റ്റ് ഡിമാൻഡഡ് മ്യൂസീഷ്യൻസിൽ ഒരാൾ. എന്നാൽ രവി എന്നതോ ബസ്രൂർ എന്നതോ അയാളുടെ സ്വന്തം പേരല്ല. സിനിമയിലെത്തിയതിനു ശേഷം പേരുമാറ്റുന്ന താരങ്ങൾക്കിടയിൽ രവി ബസ്രൂറിന്റെ പേരുമാറ്റത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. മരണത്തെ മുഖത്തോട് മുഖം നോക്കി നിന്നിടത്ത് നിന്ന് തിരിച്ചു വന്ന അയാളുടെ ജീവിതത്തിന്റെ കഥ. ലോകത്തിനു മുൻപിൽ ഇന്ന് അയാൾ രവിയാണ്. എന്നാൽ അവന്റെ നാട്ടുകാർക്ക്, ബസ്രൂറുകാർക്ക് അദ്ദേഹം കിരണാണ്, കിരൺ കുമാർ. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ തീരദേശ നഗരമായ കുന്ദാപുരം, അവിടെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ബസ്രൂർ. നിരവധി അമ്പലങ്ങളുള്ള വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തെ രവി തന്റെ പേരിനൊപ്പം ചേർത്ത് ഗ്ലോബലാക്കി. അപ്പോഴും കിരൺ എന്ന തന്റെ സ്വന്തം പേരിന് പകരം രവി എന്ന നാമത്തിലാണ് അയാൾ തന്നെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചത്. ആരാണ് രവി? എന്തിന് ആ പേര് തിരഞ്ഞെടുത്തു? 3 വർഷം മുൻപ് ഇതിനുള്ള ഉത്തരം അദ്ദേഹം തന്നതാണ്. എന്നാൽ ഇന്നിതാ വീണ്ടും ഒരു വേദിയിൽ ആ കഥ പറഞ്ഞ് വികാരഭരിതനാവുകയാണ് രവി. തൻ്റെ ജീവിതവുമായി ആ പേരിനുള്ള അഗാധമായ ബന്ധവും വേണ്ടെന്ന് വെച്ച ജീവിതത്തെ അതെങ്ങനെ തിരികെ കൊണ്ടുവന്നുവെന്നും രവി പറയുന്നു. 18 വയസ്സിനുള്ളിൽ ഞാൻ 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ ജീവിതം എനിക്ക് വേണ്ടെന്ന് തന്നെ തോന്നി. പക്ഷേ 2 തവണയും രക്ഷപ്പെട്ടു. രണ്ടാമതെന്നെ രക്ഷിച്ച വ്യക്തി എൻ്റെ പാട്ട് കേട്ടു, എനിക്കൊരു കീബോർഡ് വാങ്ങിത്തന്നു, കൂടെ 35,000 രൂപയും. ആ ദിവസം ഞാൻ എൻ്റെ പേര് മാറ്റി രവി എന്നാക്കി. എൻ്റെ ജീവൻ രക്ഷിച്ച വ്യക്തിയുടെ പേര് രവി. തെലുങ്ക് ചിത്രമായ കൾട്ടിൻ്റെ ടീസർ ലോഞ്ചിനിടെയാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ചടങ്ങിൽ വെച്ച് സംവിധായകൻ വിശ്വക് സെൻ അദ്ദേഹത്തെ ആദരിച്ചു. അപ്രതീക്ഷിതമായി ഒരു റോളക്സ് വാച്ച് സമ്മാനിച്ചു. തൻ്റെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യന് ശേഷം വിശ്വക് സെന്നാണ് തന്നെയും തൻ്റെ ആത്മാവിനെയും യാത്രയെയും തിരിച്ചറിഞ്ഞതെന്നും ജീവിതത്തിൽ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുമെന്നും രവി കൂട്ടിച്ചേർത്തു. രവിയുടേത് ഒരു ദരിദ്ര കുടുംബമായിരുന്നു. 14-ാം വയസ്സിൽ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. 17-ാം വയസ്സിൽ വെറും 200 രൂപയും കൊണ്ട് സ്വപ്നങ്ങളുടെ ബാഗുമായി ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി. അവിടെ പകലൊരു ഇരുമ്പ് പണിക്കാരനായും രാത്രി തൻ്റെ സംഗീതത്തെ മുറുകെ പിടിച്ചും രവി ജീവിതം തള്ളി നീക്കി. അന്നാണ് രവി എന്ന വ്യക്തി കിരണിന്റെ ജീവിതത്തിലേക്ക് എത്തുന്നതും തൻ്റെ ജീവിതം മാറുന്നതും. 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒരു 5 രൂപ തരുമോ എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് എന്താകാനാണ് ആഗ്രഹമെന്ന് മറുചോദ്യം നേരിട്ടു. എൻ്റെ കയ്യിലെ കീബോർഡും മറ്റുമെല്ലാം ഞാൻ വിറ്റു. എനിക്ക് മ്യൂസീഷ്യൻ ആകണം. നിങ്ങൾ എന്ത് ജോലി പറഞ്ഞാലും ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ പാട്ടുണ്ടാക്കുന്നത് തുടരും. അത് കേട്ടപാടെ അദ്ദേഹം 35,000 രൂപ തന്നു. ഞാൻ ഷോക്കായിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് അച്ചീവ് ചെയ്താലും അത് അദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ടതാണ്. അത് ആ പേരിനൊപ്പം ചേരണം. അതിനാലാണ് രവി എന്ന പേര് സ്വീകരിച്ചത്. 24 മണിക്കൂറും പാട്ട് കേൾക്കുന്ന തൻ്റെ ഗ്രാമമാണ് തനിക്ക് ഇൻസ്പിറേഷൻ. അങ്ങനെ ഗ്രാമത്തിൻ്റെ പേര് കൂടെ ചേർത്തു. കിരൺ രവി ബസ്രൂറായി. KGF-ലെ റോക്കി ബോംബെയിലേക്ക് വണ്ടി കയറിയത് ലോകം കീഴടക്കാനാണ്. റോക്കിക്കൊപ്പം അന്ന് മറ്റൊരാൾ കൂടെ ആ ലോകത്തെ കീഴടക്കി. രാജമൗലിക്ക് കീരവാണി പോലെയാണ് പ്രശാന്ത് നീലിന് രവി. രവിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രശാന്താണ്, ഉഗ്രത്തിലൂടെ 2014. പിന്നീട് വന്ന എല്ലാ പ്രശാന്ത് നീൽ സിനിമയിലും സംഗീതം രവി ബസ്രൂറാണ്. അതിനിടെ അദ്ദേഹം സിനിമകൾ സംവിധാനം ചെയ്തു, പാട്ടുകൾ പാടി. KGF വന്നതോടെ പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു. ആ BGM ഇന്നും സോഷ്യൽ മീഡിയ പേജുകളിലെ ട്രെൻഡിങ് ഐറ്റമാണ്. ആ സ്കോറുകളുടെ അകമ്പടിയിലെ യഷിൻ്റെ എൻട്രി ഇന്നും ഐക്കോണിക് ആണ്. KGF-ലെ ഓരോ സോങ്ങും സ്കോറും ഹിറ്റായിരുന്നു. അമ്മയെക്കുറിച്ചുള്ള സോൾഫുൾ സോങ് ഇവിടെ എന്തും പോകുമെന്ന് തെളിയിക്കുന്നതായിരുന്നു. KGF 2, സലാർ, സിംഗം അഗൈൻ, മാർക്കോ, അങ്ങനെ ഹിറ്റ് സിനിമകളിലെല്ലാം രവി ബസ്രൂർ മ്യൂസിക് എത്തി. ഒടുവിൽ അത് എത്തി നിൽക്കുന്നത് ടോക്സിക്കിലാണ്. ആസിഫ് അലിയുടെ ടിക്കി ടാക്കിയിലും രവിയാണ് സംഗീതം. പേരിനും പ്രശസ്തിക്കും ശേഷം തങ്ങളുടെ വേര് മറക്കുന്നവർക്കിടയിലെ വ്യത്യസ്തനാവുകയാണ് രവി ബസ്രൂർ. വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് പറയുന്ന നായകൻ. ആ കുഞ്ഞു ഗ്രാമത്തിൽ വലിയൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നിടത്ത് അയാൾക്ക് ആ ഗ്രാമത്തോടുള്ള സ്നേഹം കൂടെ വെളിവാണ്. ഇരുമ്പ് പണിക്കാരിൽ നിന്ന് ഹൃദയം തൊടുന്ന സംഗീതജ്ഞനിലേക്ക് മാറാൻ അയാൾ സഞ്ചരിച്ച ദൂരം ഒരുപാടാണ്. സഹിച്ച കഷ്ടപ്പാടുകൾ അനവധിയാണ്. പക്ഷേ ഇന്ന് അയാളുടെ സംഗീതത്തിന് കാതോർക്കാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് രാജ്യം.